ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷജൽസ് ക്രോഷേ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബേബി ബ്ലാങ്കറ്റ് പാറ്റേൺ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ബേബി ബ്ലാങ്കറ്റ്സ് മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വിൻ്റർ സീസണിന് പറ്റിയൊരു പാറ്റേൺ ആണ്, ബിക്കോസ് ഇതിൻ്റെ സ്റ്റിച്ചസ് വളരെ അടുത്തടുത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കമൻസോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന യാൻ ഹിമാലയൻ്റെ സൂപ്പർ സോഫ്റ്റ് യാൻ, പിന്നെ ഹുക്ക് സൈസ് എന്ന് പറയുന്നത് അവർ മെൻഷൻ ചെയ്ത 5mm ഹുക്ക് സൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം ആദ്യം. അതിനുശേഷം ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പോൾ ഞാനിവിടെ 20 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെങ്തി ആയിട്ടാണ് പ്രോജക്റ്റ് വേണ്ടത് അത്രയും ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ചെയിൻസ് ഇടണം. അത് കഴിഞ്ഞിട്ട് യാൺ ഓവർ ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ 1 2 ആദ്യത്തെ രണ്ടും സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് യാണിങ്ങനെ പുള്ളപ്പ് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടി. ഇവിടെ ഈ 3 ലൂപ്സും യാൺ ഓവർ ഈ 3ൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. ഇത് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ഇപ്പോൾ ഇട്ടത് നമ്മൾ. ഇപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് സ്റ്റിച്ചസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി ഈസി ആയിട്ട്. യാൺ ഓവർ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ ചെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് യാണിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്സ് ഉണ്ടാവും, പിന്നെ യാൺ ഓവർ പുൾ ത്രൂ. അപ്പോൾ ഇതൊരു ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ നമുക്ക് ഓരോ ചെയിനിലും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ടെടുക്കാം. ഇതിന് ഇത്ര തന്നെ ഫൗണ്ടേഷൻ ചെയിൻസ് വേണം അങ്ങനെ ഒരു ഫോർമുലയൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയിൻസ് ഇടാം. അത് ഈവൻ നമ്പറോ ഓഡ് നമ്പറോ എങ്ങനെ വേണമെങ്കിലും ഇടാം, കുഴപ്പമില്ല. ഇതിൽ നമ്മൾ ഒരു റോ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ ത്രൂ ഔട്ട് ദ പ്രോജക്റ്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ബിഗിനർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ലാസ്റ്റത്തെ ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി ചെയിൻ 1 2 എന്നിട്ട് പ്രോജക്റ്റ് ഇങ്ങനെ ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മേളിൽ ഇങ്ങനെ വി സ്റ്റിച്ചും സൈഡിൽ ചെറിയൊരു ബമ്പും കാണാൻ പറ്റും. ഓരോ സ്റ്റിച്ചിനും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തിരിക്കരുത്, തിരിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ പിടിച്ചതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ലൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിംഗിൾ ലൂപ്പിൽ മാത്രം ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ പുൾ ത്രൂ അഗെയിൻ ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ കാണുന്ന ലൂപ്പ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 ലൂപ്സ് വേറെയും കാണാൻ പറ്റും. അങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, എന്നിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ ഒരു ലൈൻ മുഴുവൻ നമ്മൾ ഇതേപോലെ തന്നെ താഴേന്ന് നോക്കുമ്പം ആദ്യം കാണുന്ന ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇതിന് ബോർഡേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ വിത്തൗട്ട് ബോർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണും കൂടിയായത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. യാൺ ഓവർ ചെയ്തിട്ട് ഇവിടെ വന്ന്
ഇതിപ്പോൾ നമ്മൾ ഇവിടെ ലാസ്റ്റത്തെ സ്റ്റിച്ചും അതേപോലെ തന്നെ ഇങ്ങനെ ഇതിലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ. നമുക്കിവിടെ സെക്കൻഡ് റോ കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ബമ്പ് കിട്ടിയിട്ടുണ്ടാകും ഇങ്ങനെ. അതിനുശേഷം അഗെയിൻ ചെയിൻ 2 1 2 ടേൺ ചെയ്തിട്ട് yarn over. ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു ബമ്പ് ചെയിൻ 2 ഇവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്ന ബമ്പ് ഇതിൻ്റെ ഉള്ളിൽ പ്രീവിയസ് റോയിൽ എന്നാണോ ചെയ്തത് അതേപോലെ തന്നെ ഓരോ ലൂപ്പിലും സിംഗിൾ ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റോ ഈ ഓരോ സിംഗിൾ സ്ട്രാൻഡ്സിലും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് താഴേന്ന് ആദ്യത്തെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് എത്ര സൈസാണോ വേണ്ടത് അത്രയും സൈസ് വരെ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഇവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. എന്നിട്ട് ചെയിൻ 1 ഇട്ടിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഇവിടെ തന്നെ നമുക്കിങ്ങനെ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാം. ഒരു 2 സ്റ്റിച്ചസിലൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ടുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേപോലെ തന്നെ ഈ അടിയിൽ നമ്മൾ തുടക്കത്തിലിട്ട ആ ഒരു ചെയിനും ഇതേപോലെ തന്നെ നമുക്കിവിടെ ഹൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് റെഡിയായി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. പിന്നെ ബോർഡേഴ്സ് ഒന്നും വേണ്ട. സിംഗിൾ റോ റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്ക് എത്രത്തോളം വലുതായിട്ട് വേണോ അത്രയും വലുതിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ പുതിയൊരു പാറ്റേണായിട്ട് കാണാം നമുക്ക്. ബൈ.